بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين أما بعد السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ടവരെ, കടം കൊണ്ട് വ്യസനിക്കുന്ന, വേദനിക്കുന്ന, പ്രയാസപ്പെടുന്നവർക്ക് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ, ഉള്ളാളത്തെ തങ്ങൾ ഉപ്പാപ്പ, ഒരു പുരുഷായുസ് മുഴുവനും അറിവിനും ആദർശത്തിനും വേണ്ടി ത്യജിച്ച ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പ്രകാശമായി സമ്മതമായി കിട്ടിയിട്ടുള്ള ആ സലാത്ത് അതൊരിക്കലും നാം മറന്നു പോകരുത് എന്നതുകൊണ്ടും, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വലിയ ഫലം കിട്ടിയെന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ പറയുകയും നമ്മുടെ ഗതകാല സംഭവങ്ങളിലൊക്കെയും അനുഭവമുള്ളവരുടെ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലുമെല്ലാം ഈ സ്വലാത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്വലാത്ത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കടം കൊണ്ട് പ്രയാസപ്പെട്ടവർ പലരും നമ്മെ വിളിച്ച് ചൊല്ലാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചതാണ് ഇതിന് പ്രചോദനമായത്. സ്വലാത്ത് നമ്മൾ നേരത്തെ മരിക്കുമ്പോൾ മുഖം പ്രകാശിക്കാനുള്ളൊരു സ്വലാത്ത് പറഞ്ഞിരുന്നു. അത് തന്നെ 10,000 ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതും കൂടി ഒരു പ്രയാസമാവോന്ന് വിചാരിച്ച് നാം പറയണ്ടെന്ന് കരുതിയപ്പോൾ, ഈ കടമുള്ള ആളുകൾക്കത് പ്രത്യേകമായി ഫലം ചെയ്യുമെന്നും മറ്റൊരു സ്വലാത്ത് കൂടി താജുൽ ഉലമ പറഞ്ഞു തരുന്നത് കൂടി വായിക്കുമ്പോൾ, മരിച്ച് ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൈ കൊണ്ട് ഖബറിലേക്ക് വയ്ക്കും വിധത്തിൽ നമ്മെ ഖബറിലേക്ക് താഴ്ത്തുന്നത് മുത്ത് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയമായ പ്രകാശപൂരിതമായ അദൃശ്യ കൈകളെ കൊണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ, ആ സലാത്ത് എന്തുകൊണ്ടും നാം പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അറിയാത്ത നമ്മുടെ ഉമ്മമാരൊക്കെ അത് ചൊല്ലാൻ തുടങ്ങണം. ആദ്യം കടം വീടാനുള്ള സ്വലാത്ത് നാം പറയുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമ തങ്ങൾ എല്ലാ വേദികളിലും പരസ്യമായി എല്ലാവർക്കും ഇജാസത്ത് അഥവാ അനുവാദം, ആശീർവാദം നൽകി വന്നിരുന്ന സ്വലാത്താണ്. അതോടൊപ്പം ഉസ്താദുമാരെ നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചൊല്ലാനും മറ്റുള്ളവർക്ക് ഇജാസത്ത് കൊടുക്കാനും നിങ്ങൾക്ക് സമ്മതം തരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും, മുത്തലഖൻ ഇജാസത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്വലാത്ത് താജുൽ ഉലമ സദസ്സിനോട് പറയാറുള്ളത്. കടമുള്ള ആളുകള് ഒരു ദിവസത്തിൽ രാപ്പകലുകളിൽ എപ്പോഴായാലും ശരി, അത് നിസ്കാരങ്ങളുടെ ശേഷമൊന്നുമില്ല, രാത്രി എന്നില്ല, പകലെന്നില്ല, സുബഹിക്കൊന്നുമില്ല, രാപ്പകലുകളിൽ ഒന്നിച്ച് 24 മണിക്കൂറിനുള്ളിൽ 33 പ്രാവശ്യം ചൊല്ലിയിരിക്കണം. കടമുള്ളവർക്കത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവുകയും അതുമൂലം ആ കടങ്ങളൊക്കെ വിടുകയും ചെയ്യും. കൂടുതൽ കടമുണ്ടെങ്കിൽ 100 ചൊല്ലാം. ദിവസം 100 വീതം ഈ സ്വലാത്ത് ചൊല്ലിയ കടമങ്ങ് ഭസ്മമായി പോകും. അതിനുള്ള വഴികൾ തെളിയും. എങ്ങനെ തെളിയും? ഏതെങ്കിലും വിധത്തിൽ അല്ല തെളിയിക്കും. അത്ഭുതകരമായിട്ട് താജുൽ ഉലമ തന്നെ ഒരു സംഭവം പറയുന്നുണ്ട്. കരുവന്തുരുത്തിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമയുടെ വീട്ടിലേക്ക് കേരളത്തിലെ ആധികാരിക ഫിഖ്ഹി പണ്ഡിതനും വലിയ നേതാവുമായ മുഹിയുസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവര് ഒരാളെയും കൂട്ടി താജുൽ ഉലമയുടെ അടുത്ത് വന്നുവത്രേ. എന്നിട്ട് പറഞ്ഞു, ഓ സയ്യിദ് അവർകളെ, ഇയാള് വലിയ കടമുള്ള ഒരു ഗൾഫുകാരനാണ്, കട ഉണ്ടായിരുന്ന ഒരു ഗൾഫുകാരനാണ്. ഇയാൾക്ക് താജുൽ ഉലമ തങ്ങളുപ്പാപ്പാന്റെ പ്രസംഗത്തിൽ കേട്ട സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങിയപ്പോ അതൊക്കെ മാറി, ഇപ്പൊ വലിയ മുതലാളിയാന്ന് പറഞ്ഞു. താജുൽ ഉലമ വളരെ ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ ചോദിച്ചു, എന്താ സംഭവിച്ചത് എന്ന്. ഇയാള് കടമുള്ള ആളാണ്, ഗൾഫിലിരുന്ന് ഇയാൾ സ്വലാത്ത് എല്ലാം തുടങ്ങി. ചൊല്ലി അവസാനം ഇയാൾക്ക് കടം വീടാനുള്ള വഴികളൊക്കെ അള്ളാഹു കൊടുത്തു. അതൊരു അത്ഭുതകരമായി അത് നിലനിൽക്കും. അതോടൊപ്പം ഒരു ദിവസം അയാൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആരുമില്ല, ഒരു പണത്തിന്റെ കിഴി അവിടെ നിന്ന് കിട്ടി. നല്ല പൈസ അതിനകത്തുണ്ട്, നല്ല കനമുള്ളൊരു കെട്ട് കിട്ടി അയാൾക്ക്. പക്ഷെ അത് ആരുടെയെങ്കിലും കളഞ്ഞു പോയതായിരിക്കും എന്ന് പറഞ്ഞ് അയാൾ ഇങ്ങനെ എടുത്തു വെക്കാൻ നോക്കുമ്പോൾ ഒരാൾ വന്നു, നിങ്ങൾക്കൊരു പണത്തിന്റെ കിഴി കിട്ടിയോന്ന് ചോദിച്ചു. കിട്ടിയെന്ന് പറഞ്ഞു.
അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്, നിങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ അയാൾ പോയി. ആരാ വന്നത്, എന്താ സംഭവിച്ചതെന്നൊന്നും അറിയുന്നില്ല. അത് നോക്കുമ്പോൾ 6000 ദിർഹമുണ്ടായിരുന്നു. അതിന്റെ കണക്ക് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. താജുൽ ഉലമയുടെ ഇജാസത്ത് സലാത്ത് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ ആ സംഭവം താജുൽ ഉലമയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ വളരെ സ്പീഡിലോ അല്ലെങ്കിൽ ആ സ്വതസിദ്ധമായ ശൈലിയിലൂടെ പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ശബ്ദത്തിനെ നിങ്ങൾ ഒന്നുകൂടി കേട്ടാൽ മതി. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ അത് പറയുന്നുണ്ട്. അപ്പൊ ഏതാണ് ആ സ്വലാത്ത്? നിർബന്ധമായും നമ്മൾ കടമുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഒരുപാട് വേദികൾ താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ പ്രസംഗം ചുരുക്കി ഈ സ്വലാത്ത് നിർദ്ദേശിക്കാറുള്ളത്. താജുൽ ഉലമയുടെ നിർദ്ദേശാനുസരണം കൂടി നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരികയാണ്. കാരണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉസ്താദുമാർക്ക് സമ്മതം കൊടുക്കുകയാണ്. മുത്തലക്കൻ ഇജാസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് താജുൽ ഉലമ. അതുകൊണ്ട് അസ്സലാത്ത് നമ്മൾ പാഠമാക്കുക. ഏതാണ് അസ്സലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വഅലൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. വഅല എന്ന് 2-ാം വട്ടം ചൊല്ലാതെയാണ് താജുൽ ഉലമ തങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. ഞാൻ മാറിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മറ്റൊരു സലാത്ത് കൂടി താജുൽ ഉലമ പറയുന്നുണ്ട്. നവ്വറല്ലാഹു മർഖദഹു ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. തങ്ങളുപ്പാപ്പ പറയുന്നുണ്ട് ഈ സ്വലാത്ത് യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഅദത്ത് ദാറൈൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതും അതിന് പേര് ദഖീറത്തുൽ ഖൈർ, ഖൈറിന്റെ നന്മയുടെ ഒരു നിധി കൂമ്പാരം എന്ന അർത്ഥത്തിലുള്ള ആ പേരും അതിനുണ്ട്, ദഖീറത്തുൽ ഖൈർ. അപ്പൊ ദഖീറത്തുൽ ഖൈർ സലാത്താണ് അടുത്തത് ഞാൻ പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നല്ല മരണം. നേരത്തെ നമ്മൾ ഒരു സലാത്ത് പറഞ്ഞിരുന്നല്ലോ, മുഖം പ്രകാശിക്കാൻ, നല്ല മരണം. അതിന് നമ്മൾ എത്രയാ പറഞ്ഞത്? 10 വട്ടം ചൊല്ലണം. ഇതും 10 വട്ടമാണ് ദിവസം ചൊല്ലേണ്ടത്. ചൊല്ലാൻ പോകുന്ന സലാത്ത്. നേരത്തെ കടം വീട്ടുന്ന സലാത്തില് കുറെ കടം ഉണ്ടെങ്കിൽ 360 ചൊല്ലിക്കോ എന്ന് താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ പറയുന്നുണ്ട്. 360 ചൊല്ലണം. കുറെ കടമുള്ളവര് 360 വീതം ദിവസം ചൊല്ലിയാൽ പെട്ടെന്ന് കടം തീരും. ഇവിടെ പിന്നെ നേരത്തെ 100 എന്ന് പറഞ്ഞത് തിരുത്തണം കേട്ടോ, മാറിപ്പോയതാണ്. 2 സലാത്തുണ്ട്. ഇപ്പോൾ രണ്ടാമത് പറയുന്ന സലാത്തില് ഒരാള് നേരത്തെ കടം വീടുന്ന സലാത്തില് 33 വട്ടം ദിവസം ചൊല്ലണമെന്നും കൂടുതൽ കടമുള്ളവർ 360 ചൊല്ലണമെന്നാണ് താജുൽ ഉലമ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ തന്നെ പറയാം. ഇപ്പൊ പറയാൻ പോകുന്ന ദഖീറത്തുൽ ഖൈർ എന്ന സലാത്ത് ദിവസം ഉറങ്ങാൻ പോകുന്ന നേരത്ത് ഉറങ്ങുന്നതിന് മുമ്പ് 10 വട്ടം ചൊല്ലുക. അപ്പൊ നേരത്തെ നമ്മൾ ചൊല്ലിയ മുഖം പ്രകാശിക്കാനുള്ളതും 10ആണ്. അത് രാത്രി എന്നില്ല, അതെപ്പോഴും ചൊല്ലാം. അതും ആ സമയത്ത് തന്നെ ആക്കാം. അപ്പൊ 10 വട്ടം ചൊല്ലിയാൽ അവൻ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടുമെന്നും അവന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ വെക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളെ കൊണ്ട് ഖബറിലേക്ക് വെക്കുമെന്നും പറഞ്ഞിട്ടുള്ള വലിയ ദഖീറത്തുൽ ഖൈർ എന്ന സലാത്ത്. അത് വെള്ളിയാഴ്ച രാത്രി മാത്രം 100 വട്ടം ചൊല്ലണം. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ 10 വട്ടം. വെള്ളിയാഴ്ച 100 വട്ടം, ബാക്കിയുള്ള ദിവസമല്ല, രാത്രി എല്ലാ രാത്രിയിലും ചൊല്ലണം. വെള്ളിയാഴ്ച രാത്രി 100 വട്ടം, ബാക്കിയുള്ള രാത്രി എത്രയാ? 10 വട്ടം. അപ്പൊ ഇത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു തരുന്ന ഈ സലാത്ത് കേട്ടാൽ പുരുഷന്മാര് വിചാരിക്കും ഇത് ഞങ്ങൾ എപ്പോഴും പള്ളിയിൽ വെള്ളിയാഴ്ച ഉസ്താദുമാരോടൊപ്പം ചൊല്ലുന്ന സലാത്താണ്. ജുമുഅ കഴിഞ്ഞത് ദുആക്ക് മുമ്പ്, അല്ലെങ്കിൽ 1-ാം ദുആ കഴിഞ്ഞ് 2-ാം ദുആക്ക് മുമ്പ്. അതേ സലാത്താണ്. പക്ഷെ കേൾക്കാത്ത ആളുകൾക്ക് ഒന്ന് പഠിക്കാൻ പാകത്തിൽ ഞാൻ വളരെ സ്ലോ ആയിട്ട് പറയും. ഈ സലാത്താണ് ദഖീറത്തുൽ ഖൈർ എന്ന അറിയപ്പെടുന്ന, മരിച്ചാൽ നമ്മുടെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള സലാത്ത്.
അതേതാ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി. അത് നേരത്തെ പറഞ്ഞ സലാത്ത് ഉണ്ടല്ലോ, മുഖം പ്രകാശിക്കുന്ന, അത് അതുവരെ ഒരുപോലെയാണ്. അതില് പിന്നീട് ചേർക്കുന്ന അത്താഹിദ് സക്കി എന്നാണ്. ഇവിടെ അങ്ങനെയല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അളീമിൽ ജാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് ആ സലാത്ത്. എല്ലാവരും ചൊല്ലിക്കൊള്ളുക, മറ്റുള്ളവരിലേക്ക് കൈമാറുക 10 വട്ടം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഇതിന്റെ പ്രതിഫലമായി നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. മരണം അള്ളാഹു നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയത്തോടെ.